ഹായ്, ബി ഹാപ്പി. ഈ വേർഡ് പറയാൻ എളുപ്പമാണെങ്കിലും പ്രാക്ടിക്കലാക്കാൻ കുറച്ച് കഷ്ടം. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹാപ്പി ആവും. പക്ഷെ അത് നിലനിർത്തണമെങ്കിൽ അതിന് മുന്നേ ആയിട്ട്, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മുടെ ഹാപ്പിനെസ്സിന് തടസ്സം നിൽക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളും ആയിരിക്കാം. ഈ ഫാക്ടേഴ്സ് ആക്ച്വലി നെഗറ്റീവ് എനർജിയാണ്. അതായത് നമുക്ക് നല്ലതല്ലാത്ത എല്ലാം നെഗറ്റീവ് തന്നെയാണ്. അപ്പം ഈ നെഗറ്റീവ് എനർജി നമ്മൾ എത്ര ഹാപ്പിനെസ്സിലിരുന്നാലും അതിനിങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് പഴയ സ്റ്റേജിലേക്ക് വരും. ആദ്യം ചെയ്യേണ്ടത് ഈ ഫാക്ടേഴ്സിനെ നമ്മുടെ ലൈഫിൽ നിന്നെടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഡിഫിക്കൽട്ടായിരിക്കും, ചിലത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറച്ച് ഡിസ്റ്റൻസ് എങ്കിലും അതിനോട് കീപ്പ് ചെയ്യുക. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് ഇത് നമ്മൾ ബോദർ ചെയ്യാണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളും ഡിഫിക്കൽട്ടായിരിക്കും, പക്ഷേ ഒരിക്കലും ഇമ്പോസിബിൾ അല്ല. എല്ലാം പോസിബിളാണ്. കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഇതിൽ നമ്മൾ സക്സസ് ആയാൽ നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹാപ്പിനെസ്സിനെ തേടി നമ്മൾ പോകേണ്ട കാര്യമില്ല, ഹാപ്പിനെസ് നമ്മളെ തേടി വന്നോളൂ. ഇനി ഈ തടസ്സം നിൽക്കുന്ന ഫാക്ടർ ക്യാഷിൻ്റെ കുറവാണെന്ന് മാത്രം പറയല്ലേ. ക്യാഷ് ഒരു പവർഫുള്ളായ പോസിറ്റീവ് എനർജിയാണ്. ക്യാഷിൻ്റെ കുറവാണ് പറയാൻ ഉദ്ദേശിച്ചെങ്കിൽ അതിൻ്റെ ഒരു കുഞ്ഞു ടിപ്പ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇതെല്ലാം എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷുവറായിട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ കേട്ടോ. അപ്പോൾ കാണാം. ബൈ.